എല്ലാവർക്കും ട്രാവൽ വൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെ കാഴ്ചകളും ടൂറിസ്റ്റ് ഇൻഫർമേഷനും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ പ്രധാന ഭാഗമായ നെയ്യാർ ഡാമിന്റെ എൻട്രി ഗേറ്റ്. അതിനു മുമ്പ് ഇവിടെ എങ്ങനെ എത്തണമെന്ന് പറയാം. തിരുവനന്തപുരത്ത് നിന്ന് ഒരു 32 കിലോമീറ്റർ അകലെയാണ് നെയ്യാർ ഡാം. തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കടയ്ക്ക് എപ്പോഴും ബസ് കിട്ടും. കാട്ടാക്കട എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു അരമണിക്കൂർ കൂടുമ്പോൾ നെയ്യാർ ഡാമിലേക്ക് ബസ്സുണ്ട്. നെയ്യാർ ഡാമിൽ കയറുന്നതിന് 10 രൂപയാണ് എൻട്രി ടിക്കറ്റ്. ടിക്കറ്റൊക്കെ എടുത്ത ശേഷം ഇടതുവശത്തൂടെ മുകളിലേക്ക് കിടക്കുന്ന ഈ വഴിയിലൂടെ ഒരു 200 മീറ്റർ നടന്നാൽ നെയ്യാർ ഡാമിന്റെ ബോട്ടം പോയിന്റിലെത്താം. ഇവിടുന്ന് ഈ ചെറിയ വഴിയിലൂടെ റൈറ്റ് തിരിഞ്ഞ് നടന്നാൽ ഡാമിലെ കാഴ്ചകൾ അടുത്ത് നിന്ന് കാണാം. സ്റ്റോൺസും കോൺക്രീറ്റും കൊണ്ട് പണിതിരിക്കുന്ന ഈ ഗ്രാവിറ്റി ഡാമിന്റെ കാഴ്ച ബോട്ടം പോയിന്റിൽ നിന്ന് കാണുന്ന ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണ്. 1958 പണിത ഈ ഡാമിന്റെ ഹൈറ്റ് 56 മീറ്ററും നീളം 294 മീറ്ററുമാണ്. മഴക്കാലമായതുകൊണ്ട് തന്നെ 4 സ്പിൽവേ ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. കുറച്ചുകൂടി അടുത്തേക്ക് ചെന്നാൽ ഡാമിൻ്റെ തൊട്ട് താഴെ നിന്ന് ഈ സ്പിൽവേയിലൂടെ വെള്ളം പുറത്തേക്ക് വരുന്നത് നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഒരേ വേഗത്തിലും താളത്തിലും ഈ വെള്ളം പുറത്തേക്ക് വരുന്ന കാഴ്ച കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി വിസിറ്റ് ചെയ്യുന്ന മഴക്കാലത്താക്കുന്നതാണ് ബെസ്റ്റ്. വേനൽക്കാലത്ത് വന്നാൽ ഈ ഷട്ടറുകൾ മൊത്തം അടച്ചിട്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ അടിപൊളി കാഴ്ച നമുക്ക് മിസ്സാവും. വലിയ ആളും തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ ശാന്തമായിട്ട് നിന്ന് നമുക്ക് അണക്കെട്ടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം, വലിയ നിയന്ത്രണങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഗൈഡോ സെക്യൂരിറ്റിയോ ഒന്നും നമ്മുടെ പുറകെ വന്ന് ശല്യപ്പെടുത്താൻ വരില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരുമായി വരുന്നവർക്ക് സ്വസ്ഥമായി ഫോട്ടോ എടുക്കാനും ഈ അണക്കെട്ടിലെ വെള്ളത്തിൻ്റെ കാഴ്ച സ്വസ്ഥമായി നിന്ന് ആസ്വദിക്കാനും ഒക്കെ കഴിയും. ഇനി നമുക്ക് ഡാമിൻ്റെ മുകളിലേക്ക് പോകാം. ഈ കാണുന്ന ചെറിയ സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് പോയാൽ നമുക്ക് ഡാമിൻ്റെ മുകളിലെത്താം. മുകളിലെത്തിക്കഴിയുമ്പോൾ ഡാം ഗേറ്റിനോട് ചേർന്ന് തന്നെ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമൊക്കെ ഉണ്ട്. ഇതാണ് ഡാമിൻ്റെ ഗേറ്റ്. ഇതിൻ്റെ 2 ചെറിയ വാതിലുകൾ എപ്പോഴും തുറന്നിട്ടിരിക്കും. ഈ വാതിലിലൂടെ ഉള്ളിലോട്ട് കയറിയാൽ ഡാമിൻ്റെ ടോപ്പ് പോയിന്റിലെത്താം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയൊന്നും ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും കാണാനില്ല. അത്രയ്ക്ക് കാം ആൻഡ് ക്വയറ്റാണ് ഇവിടെ. ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള റിസർവോയറിൻ്റെ വ്യൂ അതിമനോഹരമായിരുന്നു. റിസർവോയറിന് ചുറ്റുമുള്ള നെയ്യാർ വനത്തിൻ്റെ കാഴ്ചയും കിടിലനായിരുന്നു. ഇത്ര മഴക്കാലമായിട്ടും വളരെ ശാന്തമായി കിടക്കുന്നതുകൊണ്ട് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സ്ഥലത്ത് ബോട്ടിംഗ് ഒക്കെ ചെയ്യുന്നതിന് ഇപ്പോഴും ഒരു കുഴപ്പമില്ല. നമ്മൾ നേരത്തെ ബോട്ടം പോയിന്റിൽ നിന്ന് കണ്ട സ്പിൽവേയിൽ നിന്നും വെള്ളം പോകുന്നതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഈ വ്യൂ കിട്ടണമെങ്കിൽ മുകളിൽ കയറി നോക്കിയാൽ മാത്രമേ പറ്റുകയുള്ളൂ. ബോട്ടം പോയിന്റിന് ചുറ്റുമുള്ള ചെറിയ ഗാർഡനുകളും ഇങ്ങോട്ട് വന്ന വഴിയുമൊക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇനി ഈ ടോപ്പ് വ്യൂവിലെ വഴിയിലൂടെ നടന്ന് അപ്പുറത്തെത്തണം. ആ വഴിയിലൂടെയാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് പോകേണ്ടത്. അങ്ങനെ നടന്ന് ഡാമിൻ്റെ അപ്പുറത്തെ അറ്റത്തെത്തുമ്പോൾ അവിടെ ഇതുപോലൊരു ഗേറ്റ് ഉണ്ട്. ഈ ഗേറ്റ് കടന്ന് മുകളിലേക്ക് പോയാൽ അവിടെ ഒരു പവലിയനുണ്ട്. ഇവിടെ വരുന്ന എല്ലാവരും ഈ പവലിയനിൽ കയറി ഈ സാങ്ച്വറിയുടെയും ഡാമിൻ്റെയും ഒക്കെ ആകാശ കാഴ്ചകൾ ആസ്വദിക്കാറുണ്ട്. ഈ സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് ചെന്നാൽ പവലിയനിലെത്താം. ഈ പവലിയൻ്റെ താഴെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഡാമിൻ്റെ ടോപ്പ് വ്യൂവിൻ്റെ ഇങ്ങനത്തെ ഒരു സൂപ്പർബ് വ്യൂ നമുക്ക് കിട്ടും. ഇതാണ് പവലിയൻ. ഈ ചെറിയ സ്റ്റെപ്പൊക്കെ കയറി പവലിയനിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ലിഫ്റ്റ് സംവിധാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെറിയ നടകളൊക്കെ കയറി പവലിയൻ്റെ മുകളിലെത്തുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. 3-4 നിലകളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ മടുപ്പൊന്നും ഉണ്ടാവുകയില്ല. അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി മുകളിൽ ചെല്ലുമ്പോഴുള്ള വ്യൂ ഒരു രക്ഷയില്ലാത്തതാണ്. നെയ്യാർ ഡാമിൻ്റെ ഒരു ഡ്രോൺ വ്യൂ ആണ് ശരിക്കും ഇവിടെ നിന്ന് കിട്ടുന്നത്. താഴത്തെ പാർക്കും നെയ്യാർ ഡാമും റിസർവോയറും ചുറ്റുമുള്ള വനങ്ങളും ഒക്കെ ഒറ്റ ഫ്രെയിമിൽ കണ്ടാസ്വദിക്കാമെന്നുള്ളതാണ് ഈ പവലിയൻ നൽകുന്ന ഗംഭീര സർപ്രൈസ്. ഇവിടെ ഇങ്ങനെ കുറച്ച് സമയം നിന്ന് ആസ്വദിക്കുന്ന പ്രകൃതി സ്നേഹികൾക്ക് നെയ്യാർ യാത്രയിൽ കിട്ടുന്ന ഒരു ഇരട്ടി ബോണസാണ്. എന്തായാലും ഇവിടെ നിന്ന് ഈ ഗംഭീര കാഴ്ച ആസ്വദിക്കാൻ എനിക്കൊരു കൂട്ടുകൂടി കിട്ടി. ഇവളായിരുന്നു കൂട്ട്. ഇവള് ശരിക്കും ഈ പവലിയൻ്റെ ഒരു ഗാർഡാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പവലിയൻ്റെ ബാക്ക് സൈഡിലൂടെയുള്ള വഴിയിലൂടെ പോയാൽ നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് പോകാവുന്നതാണ്. KTDCയുടെ റൂമുകളും റെസ്റ്റോറൻറ്റും ഒക്കെ ഈ ഭാഗത്തുണ്ട്. ഇവിടെ തന്നെ KTDCയുടെ ഒരു ബോട്ട് ക്ലബ്ബും ഉണ്ട്. പിന്നെ ഡാമിലും പവലിയനിലും ഒക്കെ കയറി മടുത്തവർക്ക് മോരും വെള്ളം കുടിക്കാനും സോഡാ നാരങ്ങാവെള്ളം കുടിക്കാനും ഒക്കെ ചെറിയ പെട്ടിക്കടകളും ഉണ്ട്. ഇവിടുന്ന് ഒരു 200 മീറ്റർ ഉണ്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക്. ഈ ചേട്ടൻ്റെ പുറകെ ഞാനും അങ്ങോട്ട് വെച്ച് പിടിച്ചു. അങ്ങനെ ഒരു 200 മീറ്റർ നടന്നു കഴിഞ്ഞപ്പോൾ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എക്കോ ടൂറിസം ടിക്കറ്റ് കൗണ്ടറിലെത്തി. ഇവിടെ പ്രധാനമായും ബോട്ടിങ്ങും പിന്നെ ഒരു ക്രോക്കഡൈൽ പാർക്കും ഒക്കെയാണ് ഉള്ളത്. ഈ മുകളിലിരിക്കുന്ന ചെറിയ ഇൻഫർമേഷൻ സെൻറ്ററിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്.
ഇവിടെ എന്തായാലും നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട്. ഈ മരത്തിൽ നിന്ന് വെട്ടിയുണ്ടാക്കിയ ഇരിപ്പിടം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇതുപോലെ 2-3 ഇരിപ്പിടങ്ങൾ വനം വകുപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരു വനശ്രീ എക്കോ ഷോപ്പും ഉണ്ട്. ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഉണ്ടാക്കുന്ന വിവിധ തരം പ്രോഡക്റ്റുകൾ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാൻ കഴിയും. നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി ബോട്ടിങ്ങും കൊറാക്കിൾ റൈഡിങ്ങും ഒക്കെയാണ്. 200 രൂപയാണ് ഇവിടെ ഒരാൾക്ക് ബോട്ടിങ്ങിന് ചാർജ് ചെയ്യുന്നത്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിനിമം 10 പേരെങ്കിലും ഉണ്ടെങ്കിലേ ബോട്ട് എടുക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 2-3 പേരുമായി വന്നാൽ ബോട്ടിങ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ചുരുക്കം. ഇവിടെ തിരക്ക് തീരെ കുറവായതുകൊണ്ട് തന്നെ 10 പേർക്ക് മുകളിൽ ഒപ്പിക്കുക എന്നുള്ളത് വലിയ പാടാണ്. അങ്ങനെ ബോട്ടിംഗ് മോഹം ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. ഈ റിസർവോയറിലൂടെ യാത്ര ചെയ്യുവാനും റിസർവോയറിന്റെ സൈഡിലുള്ള ഡിയർ പാർക്ക് കാണാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ ഒറ്റയ്ക്ക് വന്നാൽ 10 പേരുടെ പൈസ കൊടുത്താൽ ബോട്ടിംഗ് ചെയ്യാൻ സാധിക്കും. പണ്ട് ലയൺ സഫാരി പാർക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രോക്കഡൈൽ പാർക്കാണ്. ഈ വഴിയിലൂടെ മുകളിലേക്ക് പോയാൽ ക്രോക്കഡൈൽ പാർക്കിലെത്താം. 25 രൂപയാണ് എൻട്രി ഫീ. ഈ പോകുന്ന വഴിയിലെ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. അതുകൂടാതെ പോകുന്ന വഴിയിൽ ഒരു ചെറിയ നക്ഷത്ര വനവും ഉണ്ട്. 27-ലധികം സസ്യ ഇനങ്ങൾ ഇവിടെയുണ്ട്. നക്ഷത്രങ്ങളുടെ പേരൊക്കെ എഴുതി സസ്യങ്ങളുടെ പേര് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അഗസ്ത്യമല ബയോസ്ഫിയറിന്റെ റിസർവിൽ വരുന്നത് കൊണ്ട് തന്നെ അഗസ്ത്യാർകൂടത്തിന്റെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 3 ഡിഫറൻറ്റ് സ്പീഷീസിലുള്ള ക്രോക്കഡൈൽസിനെ ഈ ക്രോക്കഡൈൽ പാർക്കിൽ കാണാൻ കഴിയും. വെറുതെ ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങിക്കിടക്കുന്ന മുതലകളെയാണ് ഈ ക്രോക്കഡൈൽ പാർക്കിൽ കാണാൻ കഴിഞ്ഞത്. ഞാൻ അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കിയിട്ട് അവറ്റകൾ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ലായിരുന്നു. അവശരായ പ്രായം ചെന്ന് ഇതുപോലത്തെ 8-10 ക്രോക്കഡൈൽസിനെ ഇവിടെ കാണാൻ കഴിയും. 25 രൂപ ചുമ്മാ നൈസായി പോയൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ മുതലകളെ കാണാൻ നിങ്ങൾക്ക് കയറാവുന്നതാണ്. ഇതേപോലെ ഒരു പെരുമ്പാമ്പിനെ ഈ ക്രോക്കഡൈൽ പാർക്കിൽ കാണാൻ കഴിയും. പെരുമ്പാമ്പ് പോലും ഇവിടെ അവശ്യ കലാകാരനാണ്. ചിലപ്പോൾ ഈ പ്രായം ചെന്ന മുതലകളുടെ കൂട്ടുകൊണ്ടൊക്കെ ആയിരിക്കാം. ക്രോക്കഡൈൽ പാർക്കിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ നേരെ പോയത് അക്വേറിയത്തിലേക്കാണ്. ഇവിടെ നിന്ന് ഒരു 300 മീറ്റർ ദൂരമുണ്ട് അക്വേറിയത്തിലേക്ക്. ഡാമിന്റെ വലത് സൈഡിലാണ് അക്വേറിയം സ്ഥിതി ചെയ്യുന്നത്. 30 രൂപയാണ് അക്വേറിയത്തിൽ കയറുന്നതിനുള്ള എൻട്രി ഫീ. ഈ അക്വേറിയത്തിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്കും ഉണ്ട്. പക്ഷെ കുട്ടികളൊന്നും അവിടെ കളിക്കുന്നൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഇതാണ് ഫിഷറീസ് വകുപ്പിന്റെ അധീനതയിലുള്ള ഈ അക്വേറിയത്തിന്റെ എൻട്രി ഗേറ്റ്. ഇവിടെ ഒരു പഴയ ബിൽഡിങ്ങിലാണ് അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ മീനുകളുടെ സൗന്ദര്യം എന്തായാലും സൂപ്പർബാണ്. ഇവിടെ ടോട്ടൽ 75 ഗ്ലാസ് ടാങ്കുകളിലായി മത്സ്യങ്ങളെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അരോവാന, ബ്ലാക്ക് ഗോസ്റ്റ്, അലിഗേറ്റർ ഗാർ, ഷോവൽ നോസ് ക്യാറ്റ് ഫിഷ് തുടങ്ങി 50-ലധികം അലങ്കാര മത്സ്യങ്ങൾ അക്വേറിയത്തിലുണ്ട്. 2 നിലകളിലായി സെറ്റ് ചെയ്തിരിക്കുന്ന ഈ അക്വേറിയം എന്തായാലും 30 രൂപയ്ക്ക് വെർത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു 10 പേരടങ്ങുന്ന ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ ഒരു ദിവസം അത്യാവശ്യം ശാന്തമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരിടമാണ് നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി. ചുരുക്കം പറഞ്ഞാൽ ഇതൊരു ഷാജി കലാസ് പടത്തിൻ്റെയോ രാജമൗലി പടത്തിൻ്റെയോ ഒന്നും ഒരു ലൊക്കേഷൻ അല്ല, മറിച്ച് സത്യനന്ദിക്കാടിൻ്റെ ഒരു ഫാമിലി വൈബൊക്കെ ഉള്ള ഒരു ഇടമാണെന്ന് അർത്ഥം. അപ്പോൾ എല്ലാവർക്കും നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലെ കാഴ്ചകളും ഇൻഫർമേഷനും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.